പറയുകയാണ്, സ്വർഗമേ നിന്നിൽ പ്രവേശിക്കുന്നവനാണ് സന്തോഷം, അവർക്കാണ് സന്തോഷമുള്ളത്, വേറൊരാൾക്കും സന്തോഷമില്ല. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്കാണ് സർവ സന്തോഷമുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ മലക്കിന്റെ നാലാമത്തെ മുഖം കൊണ്ട് ജഹന്നമാകുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, വയഖൂലു വൈലുൽ ലിമൻ ദഖലക വൈലുൽ ലിമൻ ദഖലക വൈലുൽ ലിമൻ ദഖലക. നരകമേ നരകമേ നിന്നിൽ പ്രവേശിക്കുന്നവനാണ് നാശം, നിന്നിൽ പ്രവേശിക്കുന്നവനാണ് സർവനാശമുള്ളത്. നിന്നിൽ ആരാണോ പ്രവേശിക്കുന്നവർക്ക് അവൻക്ക് നാശം തന്നെ. അപ്പൊ നരകത്തിൽ പ്രവേശിക്കുന്നവർക്ക് എല്ലാ നാശവും അവർക്കാണ്, അവർക്ക് സന്തോഷം ഇല്ല എന്ന് പ്രിയപ്പെട്ടവരെ ആ മലക്ക് നാലാമത്തെ മുഖം കൊണ്ട് പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒക്കെ കൂടുതൽ ചോദിക്കാൻ പറ്റിയ മഗ്ഫിറത്തുൽ പത്തിലാണ് നാം ഉള്ളത്. അതെല്ലാവരും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട ഒറ്റയിട്ട ലാഭങ്ങളൊക്കെ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. അതൊക്കെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് ധാരാളം സൽക്കർമ്മം കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, മൻ കാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അവൻ നിസ്കരിച്ചാൽ, അതാ ഈമാനോടുകൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകൈയിലെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും, മാപ്പ് ചെയ്യും. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞത് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെല്ലേണ്ടത് എന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ എന്ന് നീ ദുആ ചെയ്തോ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോ എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, അവസാനത്തെ പത്തിലാണ് ഹബീബ തങ്ങൾ കൂടുതലായി ഇഅ്തികാഫിൽ വരുന്നത്. മാത്രമല്ല, ഇദാ ദഖൽ അശ്റുൽ അവാഖിരി മിൻ റമദാന, റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ ഹബീബ തങ്ങൾ അഹ്യാ ലൈലത, രാത്രിയെ ഹയാത്താക്കും, ഉറങ്ങാതെ രാത്രി ഹയാത്താക്കും. വായിക്കൽ അഹ്ലഹു, അവിടുത്തെ കുടുംബത്തെ അല്ലാഹു മുത്തുനബി വിളിച്ചുണർത്തും. വജദ്ദ വശദ്ദൽ മിസറ, അവിടുത്തെ മുണ്ടൊക്കെ മുറുക്കിയെടുത്ത് ഇബാദത്തിന് വേണ്ടി തയ്യാറാകുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാമൊക്കെ അല്ലാഹുവിലേക്ക് ഭയപ്പെടാനും അതുപോലെ തന്നെ ധാരാളം ഖുർആൻ ഓതാനും ഇഅ്തികാഫിരിക്കാനും നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം, തൗബ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.